ബംഗാൾ സർക്കാരിന് കനത്ത തിരിച്ചടി. ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരായ എഫ്ഐആറിലെ തുടർ നടപടികൾ സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി. രാഷ്ട്രീയ കൺസൾട്ടൻസി സ്ഥാപനമായ ഐപാക്കിലെ റെയ്ഡ് തടസ്സപ്പെടുത്തിയെന്ന ഹർജിയിൽ സർക്കാരിന് നോട്ടീസ് നൽകി. 2 ആഴ്ചയ്ക്കകം മറുപടി നൽകാൻ നിർദ്ദേശം. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പേരിൽ തടസ്സപ്പെടുത്തുന്നത് ശരിയാണോ എന്നും കോടതി. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, മമത സർക്കാരിന്റെ അതിനിശ്ചിതമായ ഭാഷയിലാണ് വിമർശനമേൽക്കേണ്ടി വന്നത് കോടതിയിൽ നിന്നും, അല്ലേ? സുരേഷ്, ബംഗാളിൽ ഇ ഡി ഉദ്യോഗസ്ഥർ നടത്തിയ ഐപാക് അടക്കമുള്ള സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയെ മുഖ്യമന്ത്രിയും അതോടൊപ്പം DGPയും സിറ്റി പോലീസ് കമ്മീഷണർ, കൊൽക്കത്ത സിറ്റി പോലീസ് കമ്മീഷണറും നേരിട്ടിടപെട്ട് തടഞ്ഞത് ആശ്ചര്യകരമെന്നും അതിരുകടന്ന നടപടിയെന്നുമാണ് ബംഗാൾ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് സുപ്രീം കോടതി ഇന്ന് പറയുകയുണ്ടായത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ബംഗാൾ സർക്കാരിൻ്റെ കനത്ത തിരിച്ചടി ഈ വിഷയത്തിൽ വന്നിരിക്കുന്നു. ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്ത നടപടി ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ് സുപ്രീം കോടതി ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, 2 ആഴ്ചയ്ക്കകം ഈ വിഷയത്തിൽ വിശദമായ സത്യവാങ്മൂലം നൽകാൻ പറഞ്ഞിട്ടുണ്ട്. റെയ്ഡുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ മുഴുവൻ സൂക്ഷിക്കാൻ ഇ ഡിക്ക് ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സുപ്രീം കോടതി. മാത്രമല്ല, ബംഗാളിലെ DGPക്കും അതോടൊപ്പം സിറ്റി പോലീസ് കമ്മീഷണർക്കുമെതിരെ വകുപ്പുതല അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന ഇ ഡിയുടെ ആവശ്യം, അതിന്മേൽ കേന്ദ്ര സർക്കാരിനും പേഴ്സണൽ മന്ത്രാലയത്തിനും നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇതിനോടകം സുപ്രീം കോടതി. അതായത് കനത്ത തിരിച്ചടി മമതാ ബാനർജി സർക്കാരിന് സുപ്രീം കോടതിയിൽ സംഭവിച്ചിരിക്കുന്നു. യെസ്, ശ്രീകാന്താണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.